നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് തക്കാളി ജാമിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ജാം ഉണ്ടാക്കാൻ എന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയാണ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ വെറൈറ്റി തക്കാളിയിൽ വിത്തില്ല അധികം. അപ്പോൾ ഇതുപോലത്തെ തക്കാളിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ എല്ലാ തക്കാളിയും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓരോ തക്കാളിനെയും കത്തി വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ എല്ലാ തക്കാളിനെയും ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ബൗളിൽ കുറച്ച് വെള്ളം പാനിൽ തിളപ്പിച്ചിട്ടുണ്ട്. ഈ 1 കിലോ തക്കാളിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് തിളച്ചതിന് ശേഷം തോല് എടുത്ത് മാറ്റാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ തക്കാളീനെ ചൂടുള്ള വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. എല്ലാ തക്കാളീനെയും ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ചൂടൊക്കെ ആറിയതിൻ്റെ ശേഷം തോല് എടുത്ത് മാറ്റണം. ഇവിടെ എല്ലാ തക്കാളിയുടെയും തോല് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ തക്കാളീനെയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ചൂട് കൂടി ഒന്ന് ആറി കിട്ടുള്ളൂ. അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ട് വേണം മിക്സി ജാറിൽ അരച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ എല്ലാ തക്കാളീനെയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളീനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ച് എടുക്കണം. ഈ അരച്ച് വെച്ച പേസ്റ്റിനെ മീഡിയമായിട്ട് ചൂടുള്ള പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കിലോ തക്കാളിക്ക് 200 ഗ്രാം പഞ്ചസാരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് എടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി നന്നായിട്ട് തിളച്ച് വരണം. നന്നായി തിളച്ച് വരണ സമയത്ത് ഫ്ലെയിമിനെ ഒന്ന് കുറയ്ക്കാം. എന്തെന്ന് വെച്ചാൽ പിന്നെ കയ്യിലേക്ക് തെറിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഫ്ലെയിമിനെ പിന്നെ കുറയ്ക്കുന്നത്. ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ നിർത്താണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇത് ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് എത്താൻ. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അടി പിടിക്കാൻ വളരെ കുറവ് ചാൻസേ ഉള്ളൂ. എന്നാലും കൈവിടാണ്ട് ഇളക്കുന്നുണ്ട്. നിങ്ങൾ കനലിൽ വേറെ ഏതെങ്കിലും പാൻ വെച്ച് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അടി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ജാമിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ആയെന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ കട്ടിയായി വരണ സമയത്ത് ഇവിടെ ഞാനങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏകദേശം കുറച്ച് കട്ടിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ടിയായി വരണ സമയത്ത് ഈ ജാമിനെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് കുറച്ച് ഇട്ടിട്ട് നോക്കുക. അപ്പോൾ പ്ലേറ്റിൽ നമ്മൾ കുറച്ചിങ്ങനെ ഒഴിക്കുമ്പോൾ അങ്ങനെ ഒഴുകാണ്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ജാമിൻ്റെ കൺസിസ്റ്റൻസി ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ആറാൻ വയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി ആറുമ്പോൾ അത് ജാം കുറച്ചും കൂടിയും ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ തക്കാളി ജാം റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി വെച്ചിട്ട് ജാം ഉണ്ടാക്കുക. പിന്നെ ചൂടുള്ള വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം തൊലി എടുത്ത് മാറ്റിയിട്ട് വേണം മിക്സി ജാറിൽ ആറിയതിന് ശേഷം അടിച്ച് പേസ്റ്റ് ആക്കാൻ. പിന്നെ കറക്റ്റായിട്ടുള്ള മധുരം ചേർക്കണം. എന്തെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ 1 കിലോ തക്കാളിക്ക് 200 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. എന്തെന്ന് വെച്ചാൽ 1 കിലോ തക്കാളി വെച്ച് ജാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 200 അല്ലെങ്കിൽ 250 ഗ്രാം ജാമായിരിക്കും. അപ്പോൾ നമുക്കൊരു 1/2 കിലോ ജാം വേണമെന്ന് വെച്ചാൽ നമ്മളൊരു 2-3 കിലോ തക്കാളി വെച്ച് ഉണ്ടാക്കിയാലേ ഒരു 1/2 കിലോ ജാം നമുക്ക് കിട്ടുള്ളൂ. പിന്നെ മധുരം കൂടുമ്പോൾ നമ്മൾ ഇളക്കണ സമയത്ത് പഞ്ചസാര ഉരുകിയിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് എത്താൻ പിന്നെയും നമ്മളതിനെ കുറച്ചും കൂടി ഒന്നിങ്ങനെ കട്ടിയാക്കി വരുന്ന സമയത്ത് ഈ ഉരുകിയ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആയിട്ട് ജാം തണുക്കുമ്പോൾ കുറച്ചൊന്ന് ഹാർഡാവും. ആ സോഫ്റ്റ്നെസ്, ആ ജെല്ലി ഫീൽ ഉണ്ടാവില്ല മധുരം കൂടുമ്പോൾ. അതുകൊണ്ടാണ് ഈ മധുരത്തിൻ്റെ അളവിൽ ഉണ്ടാക്കുമ്പോൾ ആ ജെല്ലി ഫീൽ ആറിയതിൻ്റെ ശേഷം കൂടിയും അതേപോലെ ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾ ഈ അളവിനൊന്ന് എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ കൂടുതൽ വിത്തുള്ള തക്കാളിയാണ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ മിക്സി ജാറിൽ അടിച്ചതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് ആ വിത്തിനൊക്കെ ഒന്ന് അരിച്ചെടുത്ത് എന്നിട്ട് നിങ്ങൾ ജാം ഉണ്ടാക്കുക. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ജെല്ലി കൺസിസ്റ്റൻസിയുള്ള ജാം ഉണ്ടാക്കാൻ സാധിക്കും. റെസിപ്പി ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.